നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും കുറച്ചകലെയായിട്ടുള്ള ഒരു കുഞ്ഞു ദ്വീപരാജ്യത്തേക്കാണ്. സീഷെൽസ് ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമാണ്. ഈ ആഫ്രിക്കയോട് ചേർന്ന് ഈ കടലിൻ്റെ ഈ ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ തന്നെയാണ്, എന്നാൽ ആഫ്രിക്കയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗമാണ് സീഷെൽസ്. 115 ഐലൻഡുകൾ ചേർന്ന ഒരു ദ്വീപ സമൂഹമാണ്. അതിലെ മാഹെ എന്ന് പറയുന്ന ഈ ഐലൻഡാണ് ഇതിൻ്റെ പ്രധാന ദ്വീപ്. ഇവിടെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങുന്നതും. അതിൻ്റെ തലസ്ഥാനമാണ് വിക്ടോറിയ. വളരെ രസകരമായ ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുള്ള പർവ്വതങ്ങളും മലനിരകളും ബീച്ചും കോറൽ റീഫുകളും പവിഴപ്പുറ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു രാജ്യമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കായായ നട്ടായ കൊക്കോഡമേർ എന്ന് പറയുന്ന ഒരു തേങ്ങ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ തേങ്ങയുടെ ഒരു രൂപഭംഗി എന്ന് പറഞ്ഞാൽ വളരെ കൗതുകം ഉണർത്തുന്ന ഒന്നാണ്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ലോകത്തിലെ വലിയ ഏറ്റവും വലിപ്പം ഉള്ള ആമകളുടെ ഇനങ്ങളും ടോർട്ടോയ്സിൻ്റെ ഇനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കൊച്ചിയിൽ നിന്നും വിമാനം കയറി ടെർമിനൽ 2 ഇറങ്ങിയത്. ഫ്ലൈ ദുബായ് എന്ന വിമാനത്തിലാണ് വന്നത്. ടെർമിനൽ 2 നിന്നും 3 അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമുക്കൊരു ബസ് അവിടെ നിന്ന് കിട്ടും. ആ ബസ്സിലാണ് നമ്മൾ 3ാമത്തെ ടെർമിനലിലേക്ക് പോവുക. 3ാമത്തെ ടെർമിനൽ എത്തിയാലും നമുക്ക് ഒരുപാട് ദൂരം ചിലപ്പോൾ നടക്കേണ്ടി വന്നേക്കാം, നമ്മുടെ ഗേറ്റ് എവിടെയാണെന്ന് എന്നതിനനുസരിച്ചിട്ട്. ഞാൻ ഏകദേശം അരമണിക്കൂറെങ്കിലും നടന്നിട്ടാണ് എനിക്ക് പോകാനുള്ള വിമാനത്തിൻ്റെ ഗേറ്റിലേക്ക് എത്തിയത്. എമിറേറ്റ്സിൻ്റെ വിമാനം മാത്രമേ ഈ ടെർമിനലിൽ ഞാൻ കണ്ടുള്ളൂ. കൂടുതൽ എമിറേറ്റ്സിൻ്റെ വിമാനം വന്നിറങ്ങുന്ന ഒരു ടെർമിനലായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പ്രത്യേകിച്ച് നമ്മൾ ദുബായ് പോലുള്ള വലിയ എയർപോർട്ടുകളിൽ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഏകദേശം 1.5-2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ട്രാൻസിറ്റ് ചെയ്യാനായിട്ട് കാണേണ്ടതാണ്. പ്രത്യേകിച്ചും ടെർമിനൽ 1 നിന്നും ടെർമിനൽ 2ൽ നിന്നും 3 ഏകദേശം അരമണിക്കൂറോളം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ഏകദേശം അരമണിക്കൂറോളം നടക്കുകയും ചെയ്തു. എന്നിട്ടാണ് എനിക്ക് പോകാനുള്ള ഗേറ്റിലേക്ക് എത്തിയത്. അതിനിടക്ക് നമുക്ക് എന്തെങ്കിലും ടോയ്ലറ്റ് ഉപയോഗിക്കാനും അല്ലെങ്കിൽ കുറച്ച് ചായയോ വെള്ളമോ എന്തെങ്കിലും കുടിക്കാനൊക്കെ നമുക്ക് തോന്നുവാണെങ്കിലും അതിനൊക്കെ ഒരു സമയം ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. എമിറേറ്റ്സിൻ്റെ സീറ്റിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പില്ലോയും ഹെഡ്ഫോണും ബ്ലാങ്കറ്റും ഒക്കെ ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ്. ഞാൻ ഏകദേശം ആദ്യം തന്നെയാണ് കയറിയത്. അധികം ആളുകൾ ഈ ഫ്ലൈറ്റിലില്ല. സീഷെൽസിലേക്ക് പൊതുവേ ഇങ്ങനെയായിരിക്കും എന്നാണ് ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞത്. പ്രത്യേകിച്ചും ഇപ്പോൾ ടൂറിസ്റ്റ് സീസണൊന്നും അല്ല, സീഷെൽസിൽ അത്യാവശ്യം മഴയുള്ള സമയമാണെന്നാണ് കേട്ടത്. എനിക്ക് പോകാനുള്ള ഷിപ്പ് സീഷെൽസിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും സുഹൃത്തുക്കൾ പറഞ്ഞത് അവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടെന്നാണ്. പതുക്കെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് മൂവ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ളൊരു എയർപോർട്ട് തന്നെയാണ് ദുബായ് എയർപോർട്ട്, നമുക്കൊക്കെ അറിയാവുന്ന പോലെ. പതുക്കെ റൺവേയിലേക്ക് കയറി. ഇനി വളരെ രസകരമായിട്ടുള്ള എൻ്റെ യാത്രയിൽ ഞാൻ എപ്പോഴും ആസ്വദിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് എൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും. എമിറേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറയാണ്. നമുക്ക് സൈഡിലെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് കാഴ്ചകൾ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു വിഷൻ കൂടി നമുക്ക് സ്ക്രീനിലൂടെ നമുക്ക് കാണാനുള്ള സൗകര്യം എമിറേറ്റ്സ് ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല നമുക്ക് താഴെ
നമുക്ക് പറന്നുയരുമ്പോൾ നമുക്ക് താഴെ ഉള്ള കാഴ്ചകൾ പോലും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ദുബായ് നഗരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുർജ് ഖലീഫയും ബുർജ് അൽ അറബും ഒക്കെയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ദുബായിയുടെ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ നമുക്ക് ദൂരെ നിന്ന് മേഘങ്ങൾക്കിടയിലൂടെ നമുക്ക് ചെറുതായിട്ട് കാണാം. എത്ര മനോഹരമായിട്ടാണ്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ നഗരം ഒരു പണിത് ഉയർത്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നും.